കോഴിക്കോട് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് LDF സ്ഥാനാർത്ഥി. വെള്ളയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വിൽഫ്രഡ് RJD സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നടക്കാവിൽ നിന്നാണ് ജനവിധി തേടുക. നടക്കാവിൽ മുൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി നബിൽ അഹമ്മദ് വിമതനായും കളത്തിലുണ്ട്. VS രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, കളം മാറ്റി ചവിട്ടൽ അത് പലയിടത്തും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ ഇപ്പൊ എന്താണ്? റോഷ്നി, കോൺഗ്രസിന് ഇപ്പോൾ മൂന്നാമത്തെ വെല്ലുവിളിയാണ്. ആദ്യം കോൺഗ്രസിന്റെ സിറ്റിംഗ് കൗൺസിലർ നടക്കാവിൽ നിന്ന് രാജിവെച്ചിരുന്നു. അൽഫോൺസ് ടീച്ചർ ആം ആദ്മി ചേർന്നിരുന്നു. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ഭാരവാഹി നബീൽ അഹമ്മദ് നടക്കാവിൽ തന്നെ വിമതനായിട്ടുണ്ട്. ഇപ്പോൾ അതേ നടക്കാവിൽ തന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വിൽഫ്രഡ് രാജ് അവിടെ വിമതനായിട്ടല്ല, ഇടതുമുന്നണിയിലേക്ക് ചേക്കേറുന്നു. ഇടതുമുന്നണിയിൽ RJDയുടെ സ്ഥാനാർത്ഥിയായി നടക്കാവിൽ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. ഈ നടക്കാവിന് തൊട്ടടുത്തുള്ള എരഞ്ഞിപ്പാലത്താണ് ഒരു DCCയുടെ ജനറൽ സെക്രട്ടറി ബാബുരാജ് രാജിവെച്ചത് ഇന്ന് രാവിലെ. അപ്പോൾ നടക്കാവ് എരഞ്ഞിപ്പാലം ഭാഗങ്ങളിലുള്ള സീറ്റ് തർക്കം UDFന് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവുന്നു. ഒരു വിമതനും ഒരു നേതാവ് തന്നെ മറുകണ്ഠം ചാടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഒരു നേരത്തെ സിറ്റിംഗ് കൗൺസിലർ ആം ആദ്മി ചേരുന്ന സാഹചര്യവും നടക്കാവിലുണ്ടായിട്ടുണ്ട്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. തർക്കങ്ങൾ, പടലപ്പിണക്കങ്ങൾ, കൂറുമാറ്റങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്.